പ്രേക്ഷകരെ, കണ്ണനും സാഗറും നേർക്കുനേർ. ഇത് നിങ്ങൾ ആഗ്രഹിച്ച മുഹൂർത്തമാണോ? അല്ലേ പ്രേക്ഷകരെ? എന്തായാലും ഇനി അങ്ങനത്തെ മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത്. നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അത്ട്ടോ. നമ്മുടെ മേഘനാഥനെ ഇന്ന് നമ്മുടെ ലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ മേഘനാഥനെ ലക്ഷ്മി ഇനി ഒരു കൊടയിൽ ഉണ്ടാകും. എന്തായാലും നമ്മുടെ മേഘനാഥൻ ഒന്ന് സുഖപ്പെടുന്നത് വരെ നമ്മുടെ ലക്ഷ്മി വെയിറ്റ് ചെയ്യും. മേഘനാഥൻ ഒന്ന് സുഖപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി എങ്ങനെ വന്നാലും മേഘനാഥനെ ചോദ്യം ചെയ്യും, മേഘനാഥനെ ഫോളോ ചെയ്യും, മേഘനാഥനും സാഗറുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടെത്തും. സാഗറും മേഘനാഥന്റെ ആളായിരുന്നെന്നും തന്റെ ജീവിതത്തിലേക്ക് തന്നെ ചതിക്കാൻ വേണ്ടിയാണ് സാഗറിനെ കടത്തിവിട്ടതെന്നും നമ്മുടെ ലക്ഷ്മി തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തങ്ങളാണ് കൂട്ടുകാരെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ കണ്ണനും നമ്മുടെ സാഗറും നേർക്കുനേർ എന്താ പറയാ പോരാടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മേഘനാഥന്റെ കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് ആ ഒരു ബന്ധുക്കളല്ലേ, ആ ഒരു കണ്ണന്റെ അനിയത്തിനെ കെട്ടാൻ പോകുന്നതല്ലേ, അപ്പൊ അത്രയ്ക്കും പ്രശ്നമാക്കാൻ വേണ്ടി അധികം നമ്മുടെ മേഘനാഥന്റെ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണന്റെ കള്ളത്തരം നമ്മുടെ ലക്ഷ്മി തുറന്നു പറയുകയും പിന്നെ കണ്ണനും സാഗറും തമ്മിലുള്ള ഒരു പോരാട്ടം കേട്ടോ നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത്. നമ്മുടെ കണ്ണൻ ആ ഒരു സാഗറിന്റെ ചതി തിരിച്ചറിഞ്ഞ് സാഗറിനെ ആ ഒരു ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുകയും പിന്നെ സാഗറിന് കടുത്ത മറുപടികൾ കൊടുക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ആ ഒരു മുഹൂർത്തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെ. സാഗറിനെ എത്രയും പെട്ടെന്ന് ഈ പരമ്പരയിൽ നിന്നും തന്നെ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് അല്ലേ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.